ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള മുട്ടക്കറി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനു മുന്നേ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോ റെസിപ്പീസ് കിട്ടാനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് സമയമുള്ളത് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. വെളുത്തുള്ളി പേസ്റ്റ്, ചില്ലി പൗഡർ, ചിക്കൻ മസാല, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ ലീഫ് ആൻഡ് നമുക്ക് 4 സവോളയും കൂടി, പിന്നെ വേവിക്കാത്ത ഒരു 4 മുട്ടയും ഒരു തക്കാളി അരിഞ്ഞത്. മസാല പൗഡേഴ്സിൻ്റെ അളവെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് കുക്കർ അതിൻ്റെ മേലെ വെക്കാം. കുക്കർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വാടി വരണം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഉള്ളി വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ചിക്കൻ മസാലയുടെ ടേസ്റ്റായിട്ട് ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് മുട്ട മസാല ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം ചേർത്തതിന് ശേഷം ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുക. മസാല എല്ലാം യോജിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവാത്തൊരു 4 മുട്ട നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ വേവിക്കാത്ത മുട്ട എങ്ങനെ കുക്കറിൻ്റെ അകത്ത് വെച്ച് വേവിച്ചെടുക്കാം എന്നുള്ളതാണ്. സോ നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുക്കറിൽ ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ എയർ പോകുന്ന ടൈമിൽ നമുക്ക് ഇനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായി അരമണിക്കൂർ മുന്നേ ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉപ്പും ചേർത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിലൂടെ നമുക്ക് ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ചപ്പാത്തി മാവിന് ചെറിയ ചെറിയ ഉരുളയാക്കി ഇതുപോലെ വട്ടത്തിൽ പരത്തിയെടുക്കാം.
ചപ്പാത്തി പരത്തിയെടുക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ എയർ പോയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നിട്ട് നോക്കാം. സംഭവം മുട്ട ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപാടി ഞങ്ങളൊരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുകയാണ്. സോ ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. ഇത് ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തതേ ഉള്ളൂ. ഇത് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കറി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടായിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് മുട്ട ഉടയാതെ തന്നെ കറി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് 1 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് കൊടുക്കാം. കുക്കർ ഇതുപോലെ 1 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കുന്നതിലൂടെ മുട്ടയിലേക്ക് ആ മസാലയുടെ ഫ്ലേവേഴ്സ് എല്ലാം തന്നെ ചേരുന്നുണ്ടായിരിക്കും. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ചുട്ടെടുക്കാം. ചപ്പാത്തി മറിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുന്നതിലൂടെ ചപ്പാത്തി പൊള്ളച്ചിട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ടും വരുന്നതായിരിക്കും. അതുപോലെ ബാക്കി ചപ്പാത്തിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ ചപ്പാത്തി എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചപ്പാത്തി മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.